ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബ്ലാക്ക് ഹെയർ ഒക്കെ എല്ലാവരും മടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണല്ലേ. എല്ലാവരും വിവിധങ്ങളായ കളറുകളാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിള്ളേരെയൊക്കെ നോക്കിയിട്ടുണ്ടോ അറിയാം. ഒരു യങ്സ്റ്റേഴ്സിലൊക്കെ ഭയങ്കര ഒരു ട്രെൻഡായിട്ടിരിക്കുകയാണ് ഹെയർ കളറിങ്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള സ്റ്റണ്ണിങ് ആയിട്ടുള്ള കളേഴ്സൊക്കെ, വെറൈറ്റി കളേഴ്സാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം എന്നെ പോലെയുള്ളവരെ സംബന്ധിച്ച്, അതായത് 40 കഴിഞ്ഞവർ, 45 കഴിഞ്ഞവർ, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ടവർക്ക് നമുക്ക് അങ്ങനെ വൈബ്രൻ്റ് ആയിട്ടുള്ള സ്റ്റണ്ണിങ് കളേഴ്സൊക്കെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അത്രയ്ക്കൊരു സ്യൂട്ട് ആവത്തില്ല അല്ലേ. പക്ഷെ നമുക്കും ഇല്ലേ ആഗ്രഹം, മുടി ഹൈലൈറ്റ് ചെയ്യണം, കളർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നെ പോലെ നിങ്ങളിൽ പലർക്കും ആഗ്രഹം കാണും. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ നോർമലി ഇന്നിപ്പം എൻ്റെ ഹെയറിൻ്റെ കളർ ഇതാണ്. ചെറിയൊരു റെഡിഷ് ബ്രൗൺ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കളർ എന്ന് പറഞ്ഞാൽ ഞാൻ ഹെയർ കളർ ചെയ്യുന്നത്, അതായത് ഡൈ ചെയ്യുമ്പം ഇൻറ്റൻസ് റെഡും ഡാർക്ക് ബ്രൗണും കൂടെ മിക്സ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വന്നിരിക്കുന്ന കളറാണിത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുവാണ് ഇത്രയും ഒരു റെഡിഷ് കളർ പോരാ എൻ്റെ ഹെയറിന്, കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം, റെഡിഷ് കളർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഏതായാലും വീട്ടിലിരിക്കുവാണ്. ഇന്ന് ഞാൻ എൻ്റെ മുടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. കാരണം നേരത്തെ വീഡിയോയ്ക്ക് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഹൈലൈറ്റ് ചെയ്ത് വീഡിയോ കാണിക്കാമോ, അന്നേരം എങ്ങനെയാണ് ആ കളറിൻ്റെ റിസൾട്ട് വരുന്നത് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ കളർ. ഓക്കെ. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ഹൈലൈറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോൾ ഇൻറ്റൻസ് റെഡും ഡാർക്ക് ബ്രൗണും കൂടെ ചെയ്യുന്നതിന് വേറെ ഇൻറ്റൻസ് റെഡ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല റെഡ് കളർ വരും. പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ ഇവിടെയാണല്ലോ ഇങ്ങനെ ഗ്രേ ഹെയർ വരുന്നത്. അപ്പോൾ ഈ ഗ്രേ ഹെയറിലോട്ട് നമ്മൾ ഇൻറ്റൻസ് റെഡ് തന്നെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമന്ന് നിൽക്കുവേ. അതെനിക്ക് ഇഷ്ടമല്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഡാർക്ക് ബ്രൗണ് നമ്മുടെ ഈ ഒരു നിറത്തിലിരിക്കണം. അത് കഴിഞ്ഞ് താഴോട്ട് ഈ ഭാഗം തൊട്ട് താഴോട്ട് വേറൊരു കളർ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് കളർമേറ്റിൻ്റെ കളറാണ്. കളർമേറ്റിൻ്റെ ഇതിൻ്റെ കളർ കോഡ് വരുന്നത് 6.65 ബർഗണ്ടി. എന്താണ്, ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്. അപ്പോൾ ആ കളറാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഏതായാലും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ കളർമേറ്റിൻ്റെ ഇതിൻ്റെ സിംഗിളായിട്ടുള്ള ബോട്ടിലുണ്ട് കേട്ടോ, ബാക്കിയുണ്ട്. ഇതെനിക്ക് അങ്ങനെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ 2 എടുത്തു. ഏതായാലും ഇന്ന് ഇത് മൊത്തം എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കാരണം ഞാൻ നേരത്തെയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്താണ് ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഏതായാലും ഈ 2 പാക്കറ്റ് മൊത്തം എടുത്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താകും റിസൾട്ട് എന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മുടി നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്തിട്ടുണ്ട്. ഷാമ്പൂ വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തു. പിന്നെ ഞാൻ നമ്മുടെ ഹോട്ട് എയർ ബ്രഷ് വെച്ച് മുടി ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൈൽ ചെയ്തതല്ല, ശരിക്കും പറഞ്ഞാൽ ആ കേളി ആയിട്ടുള്ള കുറച്ച് വേവ്സൊക്കെയുള്ള ഹെയർ ഒന്ന് സ്ട്രൈറ്റ് ആകാൻ വേണ്ടിയാണ് ഹോട്ട് എയർ ബ്രഷ് വെച്ച് ചെയ്തത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കോമ്പ് ചെയ്യാനായിട്ട് എളുപ്പം വരും. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് വരാം. ഇതിന് റേറ്റ് വരുന്നുണ്ടല്ലോ 60 രൂപയാണ്. 65 ml ഒരു ബാഗാണ്. അതിന് 60 രൂപയാണ് വരുന്നത്. ഇതാണ് കളറ്. ഇപ്പോൾ ഏതായാലും ഹെയർ മൊത്തം ചെയ്യുമല്ലേ, ഇത് കൂട്ടൊരെണ്ണമൊക്കെ ഇട്ടേക്കാം. ഇത് ഡ്രസ്സിലൊന്നും പറ്റുണ്ടല്ലോ. ഇതിപ്പോൾ എവിടുന്ന് മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ഗാർണിയറിൻ്റെ ഹെയർ കളർ വാങ്ങിച്ചപ്പം ഏതോ ഒരു പാക്കിൽ ഇങ്ങനെ ഓഫറായിട്ട് വന്നതാണേ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓഫറൊക്കെ വരും കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരെണ്ണം വാങ്ങിച്ചപ്പം വൈറ്റമിൻ സിയുടെ ഒരു ഫേസ് വാഷും കിട്ടി, സിറോം കിട്ടി. ഇത് അങ്ങനെ ഒരെണ്ണം കിട്ടിയതാണ്, നേരത്തെ കിട്ടിയതാണ്. ഈശ്വര, ഇത് ഞാനിത് ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത കളർ കണ്ടോ, ഇങ്ങനെയൊരു കളറാണ് വന്നേക്കുന്നത്. ഇത് തേച്ച് കഴിയുമ്പോൾ എന്താകും, ഞാൻ ഉദ്ദേശിക്കുന്ന കളർ കിട്ടുമെന്ന് അറിയത്തില്ല. ഈ കളറ് ഒത്തിരി ഞാൻ റൂട്ടിലോട്ട് ചെയ്യുന്നില്ല, ഇച്ചിരി സ്പേസ് ഇട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സൈഡും ഒരേപോലെ ആകാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കളർമേറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഗ്ലൗസ്
വളരെ മോശമാട്ടോ. അതുകൊണ്ട് വേറൊരു ഗ്ലൗസും കൂടെ കരുതിക്കോണം. പക്ഷേ ഗാർണിയറിൻ്റെ കൂടെ കിട്ടുന്ന ഗ്ലൗസ് നല്ല ഗ്ലൗസാണ്, പൊട്ടിയൊന്നും പോകത്തില്ല. ഇത് കളർ മേറ്റിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഇട്ടോ, ഒരെണ്ണം കീർത്തി, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ പുറത്തോടെ ഇട്ടു. ഇതെൻ്റെ മുടി ഞാനൊരു 4 സെക്ഷനൊക്കെ ആക്കുവേ. അപ്പോൾ ഞാൻ മൊത്തമാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യം മുടി ഹാഫായിട്ടെടുത്ത് ഇങ്ങനെയാണ് വെച്ചു. ഇനി ഈ ഹാഫിനെ വീണ്ടും ഹാഫാക്കി. അപ്പം 4 സെക്ഷനായേ. അപ്പോൾ ഇതും കൂടെ വെക്കാം. ഈ പോർഷന് ആദ്യം അങ്ങ് കളർ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് മൊത്തം മുടിയിലോട്ട് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് കയ്യിലോട്ട് എടുത്തിട്ട് നല്ലപോലെ അങ്ങ് ചെയ്യും. നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ബ്രഷൊക്കെ വെച്ച് ചെയ്യാം. അസിസ്റ്റ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇരിക്കും തോറും കളർ ഇതുണ്ടോ, ഇപ്പോൾ ഒരു ഡാർക്ക് പർപ്പിൾ കളറിലോട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ബാക്കിലെ മുടിയൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി നമുക്ക് മുകളിലോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് തേക്കുമ്പം നമ്മൾ മിക്സ് ചെയ്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്യാനോ. നമുക്ക് തികയാതെ വരല്ലേ, അല്ലെങ്കിൽ കൈ വേറെ വേണം. ഇതിപ്പോൾ എൻ്റെ വേറെ ഇല്ല. ഇങ്ങനെ തേച്ചിട്ട് കോമ്പ് ചെയ്യാൻ നിൽക്കണ്ട, മുടി പൊട്ടിപ്പോവും. കാരണം ഭയങ്കര കട്ടിയായിട്ട് നിൽക്കുക. ഇതിങ്ങനെ ചെയ്തു. ഈ പോർഷൻ ഇത് അഴിച്ചിട്ടേച്ച് ഇതിങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് ഇത് ചെയ്യുക. അപ്പോൾ ഈ ഫ്രണ്ടിലെ മുടിയൊക്കെ നമുക്ക് കുറച്ച് നന്നായിട്ട് കളർ കിട്ടണമല്ലോ. ഇത് നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പാർലറിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ പോർഷനായിട്ടാണ് ഒരു ഇത്രയും മുടി എടുക്കുവേ. ഇത്രയും മുടി ഹൈലൈറ്റ് ചെയ്യുന്നതിന് 300 തൊട്ടങ്ങ് മേളിലോട്ടാണ് റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇതാണ് കുറച്ചുകൂടെ ലാഭം. ഇത്രയും പെട്ടെന്ന് കാര്യം നടന്നു. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കളറുണ്ടല്ലോ, ശരിക്കും ഗ്രേ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന കളറാണ് ഉപയോഗിക്കുന്നത്. ഈ ഗ്രേ ഹെയർ ഇല്ലാത്തവർ ഇത് അപ്ലൈ ചെയ്താൽ ശരിയാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അത്ര ഉറപ്പില്ല ശരിയാകുമോ എന്ന്. ഇപ്പം എൻ്റെ ഹെയർ ഓൾറെഡി ഒരു ബർഗണ്ടി ഷെയ്ഡ്, റെഡിഷ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്താൽ നന്നായിട്ട് വരും. പക്ഷേ ബ്ലാക്ക് ഹെയർ കളർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ ബർഗണ്ടി നിറം വരത്തില്ല കേട്ടോ. ശരിക്കും ഞാനിങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും അല്ലേ, ഈ പെണ്ണി മുടിയിൽ എന്തെല്ലാം ചെയ്യുന്നതെന്നല്ലേ, മുടി പോകത്തില്ലേ എന്നൊക്കെ. കാരണം ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് കേട്ടോ, മുടി പോകത്തില്ലേന്ന്. എൻ്റെ മുടിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്നാലും നമ്മൾ അതുപോലെ മുടി കെയർ ചെയ്യണം, എന്നാലാണ് മുടിക്ക് കുഴപ്പമില്ലാണ്ട് വരത്തുള്ളൂ. ആഹാ, ഇപ്പം കണ്ടോ ഈ ഒരു പരുവത്തിലായി. ഇനിയിപ്പം കുറച്ചും കൂടെ മിക്സ് ചെയ്തത് ബാക്കിയുണ്ട്. ഇതും കൂടെ നമുക്ക് നന്നായിട്ടങ്ങ് അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ആ മുടി നല്ലതായിട്ട് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഇച്ചിരി എടുത്തേച്ച് കുറച്ചങ്ങ് തേക്കാം. കാരണം ആ മുടി നന്നായിട്ട് കളർ കിട്ടണമല്ലോ. ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ചെയ്ത് കഴിയുമ്പം ഈ കളർ ഇഷ്ടപ്പെട്ടില്ല, ബോറായി തോന്നിയാൽ എന്ത് ചെയ്യുന്നു. അപ്പം പിന്നെ നമ്മുടെ കയ്യിലാണ് സൊല്യൂഷൻ ഇല്ലാത്തത്. അങ്ങനെ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ അങ്ങ് മേടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആ ഡാർക്ക് ബ്രൗൺ അങ്ങ് അപ്ലൈ ചെയ്യും. അപ്പോൾ കുഴപ്പമില്ലല്ലോ, ആ പ്രശ്നം തീരുമല്ലേ. അങ്ങനെ ഒരു ധൈര്യം ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ വാരി തേക്കുന്നേ. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഇത് ശരിയായില്ല, ഭയങ്കര കളറായി പോയി എന്നൊരു ഇത് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മുടിയുടെ ടിപ്പിലോട്ടൊക്കെ കുറച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ എനിക്കിപ്പോൾ 2 എണ്ണം കൂടെ എടുത്തപ്പോഴത്തേക്കും കുറേ ഇത് മിച്ചം വന്നു കേട്ടോ. കാരണം എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ.
അപ്പോൾ മുടി കുറവുള്ളവരാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും ഇതും കൂടി എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ബോട്ടിലായാലും മതി. ഇതിപ്പോൾ എനിക്ക് ഇത്തിരി ആക്രാന്തം കൂടിപ്പോയി, അതാ പറ്റിപ്പോയെ. ശരിക്കും ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അളവ് കുറഞ്ഞതിൻ്റെ പേരിൽ കളർ കിട്ടാതിരിക്കരുത് എന്ന് വിചാരിച്ചാണ് രണ്ടും എടുത്ത്. അയ്യോ, കുറേ കൂടെ ഉണ്ട്, കളയാൻ തോന്നുന്നില്ല. അതിൽ ചുമ്മാ മുടിയിലോട്ട് വെക്കാം. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എനിക്ക് ടെൻഷനുണ്ട് കേട്ടോ എന്താവും എന്നുള്ളത്. കാരണം ഇത്രയും എമൗണ്ട് കളർ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല. സാധാരണ ആൾക്കൂട്ടിപ്പോൾ ഞാൻ കാണിച്ചേക്കൂട്ടോ ഒരു ട്യൂബൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ രണ്ടെണ്ണമായി കളയാനും തോന്നുന്നില്ല. എന്താവുമോ എന്തോ. ഏതായാലും ഒരു ബ്രൗൺ കളർ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഇൻ കേസ് അബദ്ധം പറ്റിയാൽ പ്രയോഗിക്കാൻ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കളർ മൊത്തം തേച്ച് കഴിഞ്ഞു ഗൈസ്. എനിക്ക് വട്ടം എന്നാലും പറയല്ലേ ഗൈസ്. ഓക്കെ, മിക്സ് ചെയ്ത് മൊത്തം തലേ വാരി തേച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇതെത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനി ഒരു പ്രോസസ്സും കൂടെ ഉണ്ട് ഞാൻ ചെയ്യുന്നത്, അത് കാണിച്ചു തരാം. ഞാൻ ഹെയർ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ പേപ്പറിൽ നമ്മൾ ഹെയർ കളർ ചെയ്തിട്ട് ഹെയർ കവർ ചെയ്ത് വെക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞാനത് മേടിച്ചിട്ടില്ല, എൻ്റെ അലുമിനിയം ഫോയിൽ ഇല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ വാങ്ങിക്കാത്തത് നമ്മൾ ബ്ലീച്ച് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ഹെയർ കളർ അല്ല. ജസ്റ്റ് നമ്മുടെ ഓൾറെഡി ബ്ലീച്ച് ഇട്ട പോലത്തെ എഫക്റ്റ് ഉള്ള ഒരു മുടിയിലേക്കാണ് കളർ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് അലുമിനിയം ഫോയിൽ പേപ്പർ വാങ്ങിച്ചില്ല. ഇൻ കേസ് ഇത് പറ്റാണ്ട് കളർ കിട്ടാതിരുന്നാലോ എന്ന് വിചാരിച്ച് മുടി ഒന്ന് ചൂടാക്കി കൊടുത്തതാണേ, ഹെയർ കളർ മുടിയിലേക്കൊന്ന് പിടിക്കുന്നതിന് വേണ്ടി. മുടി കെട്ടി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പം ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട, ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. ഇതിൻ്റെ കൂടെ കണ്ടീഷണറുണ്ട്, ആ കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ എന്ത് സംഭവിച്ചെന്ന് കാണാം. എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് ഇത്രയും കളർ വാരിക്കൊരു തേച്ച് എന്താവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് കാണാവേ. അപ്പോൾ ഹലോ സുഹൃത്തുക്കളെ, ഞാൻ മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നേ, കാരണം അത്രയും കളർ വാരി തേച്ചിട്ട് എങ്ങനെയാവും, കുളമാകുമോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ആ ടെൻഷനൊക്കെ അസ്ഥാനത്താട്ടോ. ദേ മുടി വാഷ് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. ഇതാണ് ഇപ്പോൾ കളറ്, കണ്ടോ? നല്ല അടിപൊളി ബർഗണ്ടി കളർ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നല്ല വെളിച്ചത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഇത്രയും കളർ തോന്നുന്നത്. റൂമിനുള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു കളർ അറിയത്തില്ല. പക്ഷെ നല്ല വെളിച്ചത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ബർഗണ്ടി കളർ. ഇതിപ്പോൾ ഞാൻ കളർ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ആയപ്പോൾ വാഷ് ചെയ്തേ. പ്ലെയിൻ വാട്ടറിലാണ് വാഷ് ചെയ്തത്, ഷാമ്പു ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വാഷ് ചെയ്തപ്പം ഒരു കാര്യം, ഇപ്പം നിങ്ങൾ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അത്ര 2 ട്യൂബ് കളർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. എന്നെപ്പോലെയൊക്കെ ഹെയർ ആണെങ്കിൽ, ഹെയർ നീളം കൂടിയവരാണെങ്കിൽ 2 ട്യൂബ് എടുക്കാം. അപ്പോൾ ഹെയർ കുറവാണെങ്കിൽ 1 ട്യൂബ് എടുത്താൽ മതി. കാരണം ഞാൻ വാഷ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ കുറേ കളർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് കളർ പോയി. നമ്മൾ 1 ട്യൂബൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആവശ്യത്തിന് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അധികം കളർ ഹൂസാകത്തില്ല, അങ്ങ് പോകുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇത് പക്ഷേ ഞാൻ വാഷ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് കളർ വെറുതെ പോയി. അപ്പോൾ നിങ്ങൾ 1 ട്യൂബ് എടുത്താൽ മതി. അങ്ങനെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ കൂടെ കിട്ടിയിരുന്ന കണ്ടീഷണർ അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ മുടി ഒരു നോർമലി ഒരു ഹാഫ് ഉണങ്ങി കഴിഞ്ഞപ്പം ഹെയർ ഡ്രയർ വെച്ച് ഉണക്കി. അപ്പോൾ ഹെയർ ഡ്രയർ വെച്ച് ഉണക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ കുറച്ചുകൂടെ ഒന്ന് മുടിയിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പം അത്രയും ചെയ്തിട്ടുള്ള ഹെയറാണ് ഇത്, ഈ കളർ കാണുന്നത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് കളർ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ കളർ ചെയ്യാം. ഒത്തിരി ഓവറായിട്ടൊന്നും വരത്തില്ല. വേണ്ട, ഇവിടെയൊക്കെ എല്ലാം നല്ല ഭംഗിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കളർ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരെ ഇങ്ങനെ ബാക്കി നിന്ന് കാണിക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് കളറിലായിരിക്കും കാണുന്നത് അല്ലേ? ഇങ്ങനെ കാണിച്ചാലാണ് അത് ശരിക്കും മനസ്സിലാവത്തുള്ളൂ. കണ്ടോ? അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.
അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.